തെരഞ്ഞെടുപ്പ് ഫലം വന്ന ഉടൻ മുഖ്യമന്ത്രിയെ തീരുമാനിക്കുമെന്ന് കോൺഗ്രസ് നേതാക്കൾ പ്രഖ്യാപിച്ചിരിക്കെ കേരളത്തിൽ നേതാക്കൾക്ക് വേണ്ടി ഫ്ലെക്സ് യുദ്ധം തന്നെ ആരംഭിച്ചതിൽ രാഹുൽ ഗാന്ധി അടക്കമുള്ള ഉന്നത നേതാക്കൾക്ക് കടുത്ത അതൃപ്തി എന്ന വാർത്തകൾ പുറത്തുവരികയാണ്. കെ.സി.വി.ഡി. ചെന്നിത്തല പക്ഷങ്ങൾ കേരളത്തിൽ മാത്രമല്ല അങ്ങ് ഡൽഹിയിലും ഫ്ലെക്സുകൾ സ്ഥാപിച്ചത് വി.എസ്. അച്യുതാനന്ദന്റെ കാലത്ത് ആലപ്പുഴ സമ്മേളനത്തിൽ CPM-ൽ സംഭവിച്ചതിന് സമാനമായ അല്ലെങ്കിൽ അതിലും കടുത്ത ഒരു വിഭാഗീയതയാണ് ഇപ്പോൾ കോൺഗ്രസിൽ സംഭവിച്ചിരിക്കുന്നതെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത്. ഫ്ലെക്സുകളിൽ മാത്രം ഒതുങ്ങാത്ത വിഭാഗീയത സോഷ്യൽ മീഡിയയിൽ കൂടി പടർന്നതോടെ 3 നേതാക്കളെയും ഹൈക്കമാൻഡ് ഡൽഹിക്ക് വിളിപ്പിച്ചിരിക്കുകയാണ്. അതിനിടെ കേരളത്തിലെ മുഖ്യമന്ത്രി ചർച്ചയിൽ കോൺഗ്രസിന്റെ നിയുക്ത MLA-മാരുടെ മനസ്സറിഞ്ഞ AICC നിരീക്ഷകർ ഇന്ന് ഹൈക്കമാൻഡിന് റിപ്പോർട്ട് നൽകും. രാഹുൽ ഗാന്ധിയും മല്ലികാർജുൻ ഖാർഗെയുമായി നിരീക്ഷകർ കൂടിക്കാഴ്ച നടത്തി സാഹചര്യം ധരിപ്പിക്കും. ഉദ്ദേശിച്ചതിനേക്കാൾ ഭൂരിപക്ഷം കിട്ടിയെന്നാണ് KC പക്ഷത്തിന്റെ അവകാശവാദം. ഘടക കക്ഷികളുടെ നിലപാട് സതീശന് ബലമാകുമ്പോൾ 20-ലേറെ MLA-മാരുടെ ഭൂരിപക്ഷം ചെന്നിത്തല പക്ഷവും അവകാശപ്പെടുകയാണ്. മുഖ്യമന്ത്രി ആര് എന്ന ചോദ്യത്തിന് ഇനി ഹൈക്കമാൻഡിന്റെ തീരുമാനം നിർണായകമാകും. മുഖ്യമന്ത്രിയെ തീരുമാനിക്കാനുള്ള ചർച്ചകളിൽ MLA-മാരുടെ എണ്ണത്തിൽ പ്രതീക്ഷ അർപ്പിക്കുകയാണ് KC വേണുഗോപാൽ. ബഹുഭൂരിപക്ഷം MLA-മാരുടെ പിന്തുണ എങ്ങനെ അവഗണിക്കുമെന്നാണ് KC പക്ഷത്തിന്റെ ചോദ്യം. VD അനുകൂല കമന്റുകളും പ്രകടനവും PR ആണെന്നാണ് വിമർശനം. എന്നാൽ മുഖ്യമന്ത്രി പദവിയിലേക്ക് തനിക്ക് അനുകൂലമായ ജനവികാരം ഹൈക്കമാൻഡിന് ബോധ്യപ്പെടുമെന്ന ഉറച്ച വിശ്വാസത്തിലാണ് VD സതീശൻ ക്യാമ്പ്. ഘടക കക്ഷികളുടെ നിലപാടിലാണ് സതീശൻ പക്ഷത്തിന്റെ പ്രതീക്ഷ. ഹൈക്കമാൻഡിന്റെ ഭാഗമായ നേതാവിന് പിന്തുണ കൂടുന്നത് സ്വാഭാവികമെന്നാണ് VD പക്ഷം. തെരഞ്ഞെടുപ്പ് വെറും സാങ്കേതികമാകരുതെന്നും ഘടകകക്ഷി പിന്തുണയും പരിഗണിക്കണമെന്നും VD പക്ഷം ആവശ്യപ്പെടുന്നുണ്ട്. എന്നാൽ മുഖ്യമന്ത്രി പദവിയില്ലെങ്കിൽ സതീശൻ ക്യാബിനറ്റിലേക്കില്ലെന്ന തരം പ്രചാരണം സജീവമായുണ്ടെങ്കിലും ഇക്കാര്യത്തിൽ VD ക്യാമ്പിൽ നിന്ന് വ്യക്തതയൊന്നുമില്ല. രമേശ് ചെന്നിത്തലയും ആത്മവിശ്വാസം കൈവിടുന്നില്ല. സീനിയോറിറ്റി പരിഗണിക്കുമെന്ന പ്രതീക്ഷയിലാണ് RC പക്ഷം. പതിറ്റാണ്ടായി കേന്ദ്രത്തിലും കേരളത്തിലും പ്രതിപക്ഷത്തിരിക്കുന്ന കോൺഗ്രസിന് മറ്റ് സംസ്ഥാന ഭരണങ്ങൾ കൂടി നഷ്ടപ്പെട്ട സാഹചര്യത്തിൽ കേരളത്തിൽ ലഭിച്ച മിന്നും വിജയം ഒരു തിരിച്ചുവരവിനുള്ള ചവിട്ടുപടിയായാണ് ഹൈക്കമാൻഡ് വിലയിരുത്തുന്നത്. എന്നാൽ തുടക്കത്തിൽ തന്നെ വിഭാഗീയത തുടരുന്ന സാഹചര്യത്തിൽ ടേം വ്യവസ്ഥയിലോ അല്ലെങ്കിൽ കോംപ്രമൈസ് മുഖ്യമന്ത്രിയായി മറ്റേതെങ്കിലും മുതിർന്ന നേതാവിനെ പരിഗണിക്കാൻ സാധ്യതയുണ്ടെന്നും വാർത്തകൾ പുറത്തുവരുന്നുണ്ട്. ഞായറാഴ്ചയ്ക്കകം അന്തിമ തീരുമാനമുണ്ടാകുമെന്ന നിലപാടിലാണ് ഹൈക്കമാൻഡ്. എന്നാൽ KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് KC വേണുഗോപാലിനെ പിന്തുണയ്ക്കുന്നുവെന്ന് സൂചിപ്പിക്കുന്ന രേഖ പുറത്തു വന്നത് VD RC പക്ഷത്തെ ചൊടിപ്പിച്ചിട്ടുണ്ട്. ഹൈക്കമാൻഡ് നിരീക്ഷകരിൽ ഒരാളായ മുകുൾ വാസ്നിക്കിന്റെ കൈവശമുള്ള രേഖ ഇന്ത്യൻ എക്സ്പ്രസ് ആണ് പുറത്തുവിട്ടത്. കോൺഗ്രസ് MLA-മാരുടെ ഹിതപരിശോധനയ്ക്ക് ശേഷം പുറത്തിറങ്ങിയപ്പോൾ എടുത്ത ചിത്രമാണിതെന്നാണ് സൂചന. MLA-മാരുടെ പേരും അതിനു നേരെയുള്ള കോളത്തിൽ ഇവർ ആരെ പിന്തുണയ്ക്കുന്നുവെന്ന് സൂചിപ്പിക്കുന്ന വിവരവും അടങ്ങിയ മുകുൾ വാസ്നിക്കിന്റെ കൈവശമുണ്ടായിരുന്ന ലിസ്റ്റാണ് ചിത്രത്തിലുള്ളത്. ഇതിൽ 10ഓളം MLA-മാരുടെ പേരുകൾ കാണാം. സന്ദീപ് വാര്യർ, സജീവ് ജോസഫ്, TO മോഹനൻ, സണ്ണി ജോസഫ്, ഉഷ വിജയൻ, IC ബാലകൃഷ്ണൻ, T സിദ്ദിഖ് എന്നീ MLA-മാരുടെ പേരുകൾ ഇതിൽ കൃത്യമായി കാണാൻ കഴിയും. IC ബാലകൃഷ്ണന്റെ പേരിന് നേരെ KC RC എന്ന് എഴുതിയിട്ടുണ്ട്. മറ്റുള്ളവരുടെ പേരിന് നേരെയെല്ലാം KC എന്ന് മാത്രമാണുള്ളത്. KC എന്നത് KC വേണുഗോപാലും RC എന്നത് രമേശ് ചെന്നിത്തലയുമാണെന്നാണ് സൂചന. പട്ടികയിൽ ഒന്നാമനായുള്ള K നീലകണ്ഠന്റെ പേരിന് നേരെ ഒന്നും എഴുതിയിട്ടില്ല. ഉദുമിയിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ടയാളാണ് K നീലകണ്ഠൻ. 63 കോൺഗ്രസ് സമാജികരിൽ ഭൂരിപക്ഷത്തിന്റെയും പിന്തുണ KC വേണുഗോപാൽ പക്ഷം അവകാശപ്പെടുന്നുണ്ട്. ഇത് ശരിവെക്കുന്നതാണ് പുറത്തുവന്ന ഹൈക്കമാൻഡ് നിരീക്ഷകരുടെ കൈവശമുള്ള പട്ടിക. 45-ലേറെ പേരുടെ പിന്തുണ KC പക്ഷവും 35-ലേറെ MLA-മാരുടെ പിന്തുണ സതീശൻ പക്ഷവും അവകാശപ്പെടുന്നുണ്ട്. 23 MLA-മാരുടെ പിന്തുണയാണ് രമേശ് ചെന്നിത്തല പക്ഷം അവകാശപ്പെട്ടിരിക്കുന്നത്. AICC നിരീക്ഷകരായ അജയ് മാക്കനും മുകുൾ വാസ്നിക്കും നിയുക്തി MLA-മാരിൽ നിന്നും ഘടകകക്ഷി നേതാക്കളിൽ നിന്നും അഭിപ്രായം തേടിയിരുന്നു. കോൺഗ്രസ് ഹൈക്കമാൻഡിന് മുൻപിൽ നിലപാട് വ്യക്തമാക്കിയ UDF ഘടകകക്ഷികൾ ഉപതെരഞ്ഞെടുപ്പ് ഒഴിവാക്കണമെന്ന പൊതു ആവശ്യമാണ് മുന്നോട്ട് വെച്ചത്. മുഖ്യമന്ത്രിയെ നിശ്ചയിക്കുന്നതിൽ പൊതുവികാരം മാനിക്കണമെന്നും ആവശ്യപ്പെട്ടിട്ടുണ്ട്. VD സതീശനെ തുണയ്ക്കുന്നതാണ് ഘടകകക്ഷികളുടെ ഈ നിലപാട്. മുഖ്യമന്ത്രിയായി ആരെ നിശ്ചയിച്ചാലും അത് അംഗീകരിക്കുമെന്നാണ് നിരീക്ഷകരുമായുള്ള ചർച്ച കഴിഞ്ഞിറങ്ങിയ ഘടകകക്ഷി നേതാക്കൾ പരസ്യമായി പറഞ്ഞതെങ്കിലും കക്ഷി നേതാക്കൾ തമ്മിൽ നേരത്തെ തന്നെ പൊതുധാരണ രൂപപ്പെടുത്തിയിരുന്നു.
ഓരോ ഘടകകക്ഷിയുടെയും നേതാക്കൾ ഹൈക്കമാൻഡ് നിരീക്ഷകരെ പ്രത്യേകമായാണ് കണ്ടത്. എന്നാൽ പുറത്തു വന്ന ചിത്രം സംബന്ധിച്ച് മുകുൾ വാസ്നിക്കിനോടാണ് ചോദിക്കേണ്ടതെന്നാണ് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് പ്രതികരിച്ചത്. താൻ ഒറ്റപ്പേര് നിരീക്ഷകരോട് പറഞ്ഞിട്ടില്ലെന്നുമാണ് അദ്ദേഹം പറയുന്നത്.